ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഞാൻ ഇതിന് മുമ്പേ ഒരു 10 സബ്വൂഫറിൻ്റെ വീഡിയോ ഇട്ടിരുന്നു, ടോപ്പ് 10 സബ്വൂഫേഴ്സ്. അപ്പോൾ അതിനകത്ത് ഞാൻ എൻ്റെ വൺ ഓഫ് ദ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറഞ്ഞ പൈനിയറിൻ്റെ tsw1211d4 എന്ന് പറയുന്ന സബ്വൂഫറിൻ്റെ അൺബോക്സിംഗ് ആണ്. അപ്പോൾ അൺബോക്സിങ്ങിന് പോകുന്നതിന് മുമ്പായി നമ്മൾ ഇതിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ 1-2 പേര് പറഞ്ഞു ഇതിന് ആപ്റ്റായിട്ടുള്ള ആംപ്ലിഫയർ ബോർഡിനെ പറ്റി കൂടെ പറയണമെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്, ഉടനെ തന്നെ ചെയ്യുന്നുണ്ട്. So friends, without wasting any more time, let's begin. ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, ആ മണി നൈസ് അടിച്ചേക്കുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ഓൺ ടൈം കിട്ടുന്നതായിരിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ പാക്കേജിങ്. നമ്മൾ പൈനിയറിൻ്റെ സബ്വൂഫർ മേടിക്കുമ്പോഴെല്ലാം അറിയാം ഇതുപോലൊരു റെഡ് ആൻഡ് ബ്ലൂ അല്ല, വേറെ പ്രത്യേക ബ്ലാക്കിഷ് ബ്ലൂ ഉള്ളൊരു കളറുള്ള പാക്കേജിനകത്താണ് ഇത് വരുന്നത്. എനിക്ക് തോന്നുന്നു JBLൻ്റെ സബ്വൂഫർ വരുന്നതിനെക്കാട്ടിലും കിടിലും പാക്കേജാണ് പൈനിയർ തരുന്നത്. നല്ലൊരു തെർമോകോൾ സെറ്റപ്പ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് ഡാമേജ് ആവത്തൊന്നുമില്ല. അപ്പോൾ നമുക്കിതിൻ്റെ ജസ്റ്റ് സ്പെക്ക് ഒന്ന് നോക്കാം. ഇത് മാക്സിമം മ്യൂസിക് പവർ പറയുന്നത് 1400 വാട്ട്സ് ആണ്. നോമിനൽ പവർ പറയുന്നത് 400 വാട്ട്സ് RMS ആണ്. 2 കോയിലുണ്ട്. അത് 2 ohms ആക്കാം, 8 ohms ആക്കാം. പാരലൽ ചെയ്യുമ്പോൾ 2 ohms, സീരിയൽ ചെയ്യുമ്പോൾ 8 ohms ആവും. ഓരോ കോയിലും 200 വാട്ട്സ് RMS മാക്സിമം ഹാൻഡിൽ ചെയ്യാനുള്ള ശേഷിയുണ്ട്. സോ നല്ല അടിപൊളിയൊരു സ്പെക്കാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിത് ഓപ്പൺ ചെയ്തൊന്ന് നോക്കാം. അതിന് മുന്നോടിയായിട്ട് നമുക്കിതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ സബ്വൂഫർ നമുക്ക് ആമസോണിൽ 4300 4400 രൂപയ്ക്ക് നമുക്ക് വാങ്ങാൻ ഓഫർ പ്രൈസിൽ കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്ക് ഷോപ്പിൽ നിന്ന് മേടിക്കാനതിന് ശേഷം 5000 രൂപയ്ക്ക് അടുപ്പിച്ച് റേറ്റ് വരുന്നുണ്ട്. അത് അടിച്ചേക്കുന്ന MRP എന്ന് പറയുന്നത് 7850 രൂപയാണ് MRP അടിച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് പൈനിയറിൻ്റെ ഹോളോഗ്രാം കാണാം. പിന്നെ ഇതിനകത്ത് അവരുടെ തന്നെ ബാർകോഡും മറ്റു കാര്യങ്ങളും വാറണ്ടി കാർഡും എല്ലാം അതിനകത്തുണ്ട്. അൺബോക്സ് ചെയ്യുമ്പോൾ ഞാൻ കാണിക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് എൻ്റെ സീരിയൽ നമ്പരും ബാർകോഡും മറ്റു കാര്യങ്ങളും എല്ലാം. അത്യാവശ്യം നല്ലൊരു പാക്കേജിംഗ് ആണ്. പാക്കേജിനെ പറ്റി എടുത്തു പറയേണ്ട കാര്യമുണ്ട്. കാര്യം നമ്മുടെ ഇതൊന്നും തറ വീണാൽ പോലും ഇതിനൊന്നും പറ്റില്ല, അത്ര റിജിഡായിട്ടുള്ളൊരു പാക്കേജാണ്. ഇതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസും മറ്റു കാര്യങ്ങളും അതുപോലെ തന്നെ ഇതിന് വേണ്ടുന്ന ബോക്സിൻ്റെ അളവുകളും ഡീറ്റെയിൽസും എല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്കതും ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കളയാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സബ്വൂഫറിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ 20 ഹെർട്സ് ടു 120 ഹെർട്സ് വരെ മാത്രമേ ഉള്ളൂ. അവിടെ നല്ല ലോ ഫ്രീക്വൻസി നമുക്ക് കിട്ടും. JBLൻ്റെ സബ്വൂഫർ യൂസ് ചെയ്യുന്ന ആ ഒരു പ്രശ്നങ്ങളൊന്നും ഇതിന് വരില്ല. എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ മൂട്ടിൽ നിന്ന് പാട്ട് കേൾക്കാൻ പറ്റും. വലിയ അരോചകമായിട്ട് തോന്നാറില്ല പൈനിയറിൻ്റെ സബ്വൂഫറെ നമ്മൾ പാട്ട് കേൾക്കുമ്പോഴൊക്കെ. ഫിലിംസ് കാണുന്ന അത്യാവശ്യം നല്ലൊരു സബ്വൂഫറാണ്. AVR ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്വൂഫറാണിത്. സോ ഫ്രണ്ട്സ്, നമുക്കത് അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സ് ചെയ്യുമ്പോൾ ആദ്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നതിൻ്റെ വാറണ്ടി കാർഡും അതുപോലെ തന്നെ യൂസർ മാനുവലും മറ്റു കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് അതിൻ്റെ വാറണ്ടി കാർഡ്. അതിനകത്ത് അതിൻ്റെ ബാർകോഡും കാര്യങ്ങളൊക്കെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് മേടിച്ചതിനകത്ത് ഈ വാറണ്ടി കാർഡോ മറ്റു കാര്യങ്ങളൊന്നും വരില്ല. ഇതാണ് എൻ്റെ യൂസർ മാനുവൽ. ഇതിനകത്തും ഇതിൻ്റെ ആ ഒരു റൗണ്ട് കട്ട് ചെയ്യണം, അതായത് 12 ഇഞ്ച് റൗണ്ട് കട്ട് ചെയ്യാനുള്ള അളവ് ഇത് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല ബോക്സിൻ്റെ അളവും മറ്റു കാര്യങ്ങളും ഡീറ്റെയിൽസും ഒന്നും കൂടി ഇത് റിപ്പീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെങ്ങനെ ഫിക്സ് ചെയ്യണം എന്നതിനുള്ള ഒരു ജസ്റ്റ് ഒരു ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ നമുക്കത് മാറ്റി വെച്ചിട്ട് നേരെ സബിലേക്ക് പോകാം. സബിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ആദ്യം നമുക്കിതിൻ്റെ ഒരു സബ് പേസ്റ്റ് ചെയ്യാനുള്ളൊരു സാധനം കിട്ടുന്നുണ്ട്. ഡബിൾ സൈഡ് ടേപ്പ് പോലൊരു സാധനമാണ്. അത് വെച്ചാൽ നമുക്ക് ഇടയ്ക്കൂടെ എയർ ഫ്ലോ ഒന്നും ലീക്ക് വരത്തില്ല. സോ അത് യൂസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ അതിൻ്റെ സ്ക്രൂ നട്ടിട്ട് മുറുക്കുക, ആ ഒരു സ്ക്രൂ കിട്ടുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള അത്യാവശ്യം ഒരു സ്റ്റാർ സ്ക്രൂ തന്നെയാണ് വന്നേക്കുന്നത്. സോ ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 സൈഡിലും നല്ല കട്ടിയുള്ള തെർമോക്കോളൊക്കെ വെച്ചാണ് ഇത് വന്നിരിക്കുന്നത്. JBLൻ്റെ സബ്വൂഫറിലാണെങ്കിൽ ഒരു സൈഡിൽ മാത്രമേ തെർമോക്കോൾ വരത്തുള്ളൂ. നമ്മുടെ താഴെ വഴി എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ സബ് ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സബ് ഡാമേജ് ആയിട്ട് എൻ്റെ ഈ കിട്ടിയിട്ടുമുണ്ട്. മാഗ്നറ്റൊക്കെ പൊട്ടി വന്നിട്ടൊക്കെ ഉണ്ട് JBLൻ്റെ സബ്. പക്ഷേ ഇതുവരെ അങ്ങനെ കംപ്ലയിൻറ്റ്സ് ഒന്നും വന്നിട്ടില്ല. നല്ല രീതിയിലുള്ള പാക്കേജിംഗ് ആണ്. ഒരു കാരണവശാലും സബിൻ്റെ ഡയഫ്രോ അല്ലെങ്കിൽ മാഗ്നറ്റോ ഈ കാർഡ്ബോർഡ് ബോക്സിൽ ഇരുന്നുകൊണ്ട് താഴെ വീണാൽ ഒരു കാരണവശാലും തറയിൽ തട്ടില്ല. ആ രീതിയിലാണ് ഇത് ഇവർ ചെയ്ത് വെച്ചേക്കുന്നത്. സോ ഫ്രണ്ട്സ്, ഈ ഒരു സബിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. കാര്യം വളരെ വലിയൊരു സബ്വൂഫറാണ്. ഒറ്റ അടിക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് ഒരു 5000 രൂപയുടെ സബ്വൂഫറാണെന്ന് പറയില്ല.
അത്രമാത്രം ബിൽഡ് ക്വാളിറ്റിയും അത്രമാത്രം ലുക്കും കാര്യങ്ങളും എല്ലാം ഇതിൽ ചെയ്തിട്ടുണ്ട് അവർ. നമ്മൾ ഒരു കൈ വെച്ചൊക്കെ എടുത്ത് പൊക്കിയാലൊന്നും പൊങ്ങത്തൊന്നുമില്ല, ഇത്തിരി പാടാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. സോ ഫ്രണ്ട്സ്, ഇപ്പോൾ ഇതാണ് നമ്മുടെ സബ് വൂഫർ. നമുക്കിത് മൊത്തത്തിലൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ നോർമൽ സബ് വൂഫേഴ്സ് കണ്ടുവരുന്ന ആ ഒരു രീതിയിലല്ല ഈ ഒരു സബ് വൂഫർ വന്നിരിക്കുന്നത്. ഇതിൻ്റെ മാഗ്നറ്റ് ഫുള്ളി കവേർഡ് ആണ്. അത് മാത്രമല്ല നല്ലൊരു ക്വാളിറ്റിയാണ് ഇത് കാണാനായിട്ട്. ഒറ്റ നോട്ടത്തിൽ തന്നെ ഇതിനെ ഒരു 5000 രൂപയുടെ സബ് വൂഫർ അല്ലെങ്കിൽ 4500 രൂപയ്ക്ക് അകത്ത് അല്ലെങ്കിൽ 5000-ന് അകത്ത് കിട്ടുന്ന സബ് വൂഫർ എന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. നല്ലൊരു ഫിനിഷിംഗ് ആണ് ഇതിൻ്റെ എല്ലാ പാർട്സിനെയും കൊടുത്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയാണ്. നല്ലൊരു ഡീപ്പ് ബ്ലാക്ക് ഉണ്ട്, ഒരു ഡീപ്പ് ബ്ലാക്ക് കളറാണ് എൻ്റെ ഫ്രെയിമിനും അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ഡയഫ്രത്തിനും. അതിൻ്റെ സൈഡ് എഡ്ജസ് ആയാലും ഒരു റബ്ബർ ഫിനിഷ് ആണെങ്കിലും അടുത്തൊരു പാറ്റേൺ പോലൊരു സംഗതി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ടോട്ടലി നല്ലൊരു ക്വാളിറ്റിയാണ് ഈ ഒരു സബിന്. ഫ്രണ്ട്സ്, ഇപ്പോൾ ഇതാണ് എൻ്റെ ബാക്ക് വശത്തെ എയർ വെൻറ്റ്. മറ്റ് കാര്യങ്ങളിൽ അതിൽ അവർ ഡീറ്റെയിൽഡ് കൊടുത്തിട്ടുണ്ട്. ടിപ്പിക്കലി നമ്മുടെ ഒരു പൈനിയറിൻ്റെ സബ് വൂഫർ എടുത്താൽ അതിൻ്റെ ബാക്കിൽ വരുന്ന അതേ രീതിയിലുള്ള ഒരു പ്രിൻ്റൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പക്ഷേ സൈഡ് വ്യൂ അപാര വ്യൂ ആണ്. കണ്ടാലൊരു എന്താ പറയുക, ഒരു 5000 റുപ്പീസിനകത്ത് കിട്ടുന്ന ആ ഒരു സബ് വൂഫറിൻ്റെ ഒരു ലുക്കല്ല ഈ സാധനത്തിന് വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ഒരു സ്പ്രിംഗ് സോക്കറ്റാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഡ്യുവൽ വോയിസ് കോയിലാണ്. 2 സൈഡിലായിട്ട് സ്പ്രിംഗ് സോക്കറ്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോൾഡ് പ്ലേറ്റഡ് ഒന്നും അല്ല, നോർമൽ പ്ലേറ്റഡ് തന്നെയാണ്. പിന്നെ 2 എയർ വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് കോയിൽ ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു സെറ്റപ്പാണ് ചെയ്തേക്കുന്നത്. എയർ ഫ്ലോ എപ്പോഴും എയർ ഡാം പോലെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പൈനിയർ സബ് വൂഫറിൻ്റെ ഒരു മേജർ പ്രോബ്ലമാണ് ഇതിൻ്റെ ഒരു ഹീറ്റിംഗ് ഇഷ്യൂ എന്ന് പറയുന്നത്. മിക്ക സബ് വൂഫേഴ്സും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട് കോയിലിനകത്ത്. അപ്പോഴത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ആ ഒരു എയർ ഡാം കൊടുത്തേക്കുന്നത്. നല്ല ക്വാളിറ്റി ഉള്ളൊരു സ്പ്രിംഗ് സോക്കറ്റ് തന്നെയാണ് 2 സൈഡിലും വന്നേക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ഒരു എൻ്റെ കൈ വെക്കുമ്പോൾ തന്നെ ഒരു വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് ഒരു 12 ഇഞ്ച് സബ് വൂഫറിൻ്റെ ബാക്കിലേക്ക് വന്നിട്ട് ഏകദേശം ഒരു 6-6.5 ഇഞ്ച് ഓളം അതിൻ്റെ ആ ഒരു ഫ്രെയിം വന്നിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കോണെന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് സബ് വൂഫേഴ്സിന്. ചാമ്പ്യൻ സീരീസിൽ വരുന്നൊരു സബ് വൂഫറാണിത്. ഇതിൻ്റെ ഡയഫ്രത്തിലേക്ക് പോകുകയാണെങ്കിൽ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഡയഫ്രമാണ്. അത്ര പെട്ടെന്നെങ്ങും ലൂസായിട്ടൊരു ഡയഫ്രം ഒന്നുമല്ല, നല്ല ഹാർഡാണ്. സ്പൈഡർ നോക്കി കഴിഞ്ഞാൽ റെഡിഷ് കളറായിട്ടുള്ള ഒരു സ്പൈഡറാണ് വന്നേക്കുന്നത്. അത് നല്ല ഹാർഡായിട്ടാണ്. അതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നല്ല പെർഫോമൻസ് കിട്ടും. അത് മാത്രമല്ല ഇത്തിരി നല്ല പവർഫുൾ ആയിട്ടുള്ള ആംപ്ലിഫയർ കൊടുക്കാതെ ഇത് മര്യാദയ്ക്ക് പെർഫോം ചെയ്യില്ല. പതറിപ്പോകുന്നൊരു പ്രശ്നം നമുക്ക് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇതിന് നല്ല പവർ വേണം ഈ ഒരു സബ് വൂഫറിന് റൺ ചെയ്യണമെങ്കിൽ. നോർമൽ ആംപ്ലിഫയറിലൊന്നും റൺ ചെയ്യില്ല. മിനിമം നിങ്ങൾക്ക് 6 ട്രാൻസ്ഫർ ബോർഡ് അല്ലെങ്കിൽ 8 ട്രാൻസ്ഫർ ബോർഡ് വേണ്ടി വരും ഇതിനൊന്ന് നല്ലൊരു ത്രോട്ടിൽ റൺ ചെയ്യിക്കാനായിട്ട്. 8 ഓംസിലൊക്കെ ആക്കിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പോയാലും നമുക്കൊരു 6 ട്രാൻസ്ഫർ 8 ട്രാൻസ്ഫർ ഇല്ലാതെ ഇത് ഈസി ആയിട്ട് റൺ ആവില്ല. 6 ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ബേസ് റെസ്പോൺസ് കിട്ടുന്നുണ്ട്. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. സോ ഇത് നമുക്ക് സീരിയൽ കണക്ഷൻ ചെയ്യാം, പാരലൽ കണക്ഷൻ ചെയ്യാം. സീരിയൽ കണക്ഷനിൽ നമുക്ക് 8 ഓംസിൽ 400 വാട്ട്സ് RMSും അതുപോലെ തന്നെ പാരലൽ കണക്ഷനിൽ 2 ഓംസിൽ നമുക്ക് 400 വാട്ട്സ് RMSും കിട്ടും. 2 ഓംസിൽ അത്ര സ്റ്റേബിൾ അല്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ് 3 ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യകത അവിടെ വരും. ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് 2.1 kg ഡബിൾ മാഗ്നറ്റ് സ്റ്റാക്ക്ഡ് മാഗ്നറ്റാണ് ഇതിനകത്ത് വരുന്നത്. ഡബിൾ സ്റ്റാക്ക്ഡ് മാഗ്നറ്റാണ് വരുന്നത്. അതായത് നല്ല വലിപ്പമുള്ളൊരു മാഗ്നറ്റാണ്. 2 കിലോയോളം ഏകദേശം 2100 ഗ്രാമോളം ഇതിൻ്റെ മാഗ്നറ്റിന് മാത്രം വെയിറ്റ് ഉണ്ട്. സോ ഫ്രണ്ട്സ്, അപ്പോൾ വളരെ നല്ലൊരു സബ് വൂഫറാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. നല്ലൊരു സബ് വൂഫറാണ്. ഈ ഒരു 5000 രൂപയ്ക്കകത്ത് കിട്ടുന്നതിൽ ഏറ്റവും ബെസ്റ്റ് സബ് വൂഫറാണ് ഈ ഒരു സബ് വൂഫർ. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇറ്റ്സ് മീ ആദർശ് ഫ്രം ടെക്നിക്കൽ എവല്യൂഷൻ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ വെയിറ്റ് ആൻഡ് വാച്ച്.